റീസെന്റ് ഒരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടു. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു പെൺകുട്ടി, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അൺസയന്റിഫിക് ആയിട്ടുള്ള ഡയറ്റ് യൂട്യൂബിൽ നിന്ന് കണ്ട് ഫോളോ ചെയ്തിട്ട് ആ കുട്ടി മരണപ്പെടാൻ ഇടയായി എന്ന്. അപ്പൊ അതിനുശേഷം മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് അനോറെക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നും അതിനു വേണ്ടിയിട്ട് മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്നും അത് ഇംപ്രൂവ് ചെയ്ത് വരികയായിരുന്നു എന്നും. സോ ഇതിന്റെ രണ്ട് വശങ്ങളാണ് നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടത്. ഇന്നത്തെ യുവതലമുറയെ നോക്കിക്കഴിഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് അതിൽ കാണുന്ന ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവണം. സോ സീറോ ഫിഗർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന തരത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പം ആ ഒരു മെന്റാലിറ്റി വെച്ചുകൊണ്ട് അവർ ഒരു പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു വെയിറ്റ് ലോസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ എപ്പോഴും മൈൻഡിൽ കൊണ്ട് നടക്കുന്നവര് ഒരുപക്ഷെ ചെറിയൊരു വെയിറ്റിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ അവര് വളരെ കൺസേൺ ആവും. അവരുടെ ഫുഡിൽ നല്ലൊരു രീതിയിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരും. ഒരുപക്ഷെ അവർക്ക് ഗൈഡൻസ്, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ്, എക്സ്പേർട്ട് ഗൈഡൻസ് കിട്ടുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിൾ അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ട് അവർ അവരുടേതായ ഡയറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം, എല്ലാവരുടെയും ബോഡി ടൈപ്പ്, ലൈഫ് സ്റ്റൈൽ, വളർന്നു വന്ന ചുറ്റുപാട്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി എല്ലാം ഡിഫറെന്റ് ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നത് തന്നെ കോപ്പി ചെയ്ത് അതേ രീതിയിൽ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഹെൽത്തിനെ നല്ലൊരു രീതിയിൽ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ കീറ്റോ ഡയറ്റ്, ഫാറ്റ് ഡയറ്റ്, മീൽസ് സ്കിപ്പ് ചെയ്യുന്ന പരിപാടി, ഇപ്പൊ ഇങ്ങനെയുള്ള ഷോർട്ട് ടേം സൊല്യൂഷൻസിലേക്ക് നിങ്ങൾ വെയിറ്റ് ലോസിന്റെ പേരിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ബോഡിയിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാക്കും. അതുപോലെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പോലുള്ള പ്രശ്നം, ഹൈപ്പോഗ്ലൈസീമിയ, ഈവൻ കാർഡിയാക് അറസ്റ്റിലേക്ക് വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അനോറെക്സിയ നെർവോസ എന്നുള്ളൊരു കണ്ടീഷൻ ആണ് ഈ കുട്ടിയിൽ കണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു ഈറ്റിംഗ് ഡിസോർഡർ എന്നതിലുപരി ഒരു മെന്റൽ കണ്ടീഷൻ കൂടിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സീറോ ഫിഗർ എന്നുള്ള ഒരു മെന്റാലിറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികൾക്ക് എന്ത് കഴിച്ചാലും വെയിറ്റ് കൂടുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ, ഫിയർ, അതിന്റെ പുറത്ത് അവര് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്ന ഫുഡിനെ അവോയ്ഡ് ചെയ്യുക, അതിന്റെ ഫലമായിട്ട് വയറ് നന്നായി ചുരുങ്ങുക, പിന്നീട് ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോവുക. അപ്പൊ ഇത് ഒരുപക്ഷെ ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. മറിച്ച് ആ കുട്ടിയുടെ കൂടെ താമസിക്കുന്ന അവരുടെ പാരന്റ്സ്, സിബ്ലിങ്സ്, അതുപോലെ അവരുടെ ഫ്രണ്ട്സ്, അവരാണ് ഇത് നോട്ടീസ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ആ കുട്ടിയുടെ വെയിറ്റ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറയുന്നു, അതിന്റെ കൂടെ തന്നെ അവർക്ക് ഇറിറ്റബിലിറ്റി, ടയർഡ്നെസ്, സ്ലീപ്ലെസ്നെസ്, അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക. അത് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഓൾ ദ ട്രീറ്റ്മെന്റ് മെഷേഴ്സ് അത് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ മാക്സിമം ഇത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇത് ഒരു കോമൺ കണ്ടീഷൻ ആയിട്ട് ഇപ്പൊ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഹെൽത്തി ആണ്. വെയിറ്റ് ഒരുപാട് ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കുന്നത് ഹെൽത്തി ആണ്. പക്ഷെ അത് കറക്റ്റായ ടെക്നിക്ക് യൂസ് ചെയ്ത് കറക്റ്റായ സ്ട്രാറ്റജി ഉപയോഗിച്ച് വിത്ത് എക്സ്പേർട്ട് ഗൈഡൻസ് ചെയ്യുമ്പോഴാണ് അത് ഹെൽത്തി വെയിറ്റ് ലോസ് ആവുക. ആസ് എ ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ച്, ഒരു പ്രിവെന്റീവ് മെഡിസിൻ ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ യൂഷ്വലി സജസ്റ്റ് ചെയ്യുക എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതാണ്. കാരണം ഫുഡ് നമ്മൾ എത്ര കുറയ്ക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇനഫ് ആയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തിടത്തോളം ആ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അതല്ല ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്വാളിറ്റി സപ്ലിമെന്റ്സ് കൂടി എടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അതും മനസ്സിലാക്കി എക്സ്പേർട്ട് ഗൈഡൻസോട് കൂടി ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്.